എന്താ ബർക്കത്ത് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഓന് ഭയങ്കര ബർക്കത്താണ്, അല്ലെങ്കിൽ ഓക്ക് ഭയങ്കര ബർക്കത്താണ്. എന്താ ഈ ബർക്കത്ത്? ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി, അത് ഭയങ്കര ഉയരങ്ങളിലെത്തി, കുറേ പൈസ കയ്യിൽ നിന്ന് കിട്ടി, അതാണോ ബർക്കത്ത്? ആണോ? പലപ്പോഴും ഞാനൊക്കെ പണ്ട് മനസ്സിലാക്കിയ ബർക്കത്ത് അതന്നെ ഇരുന്നിട്ടാ. ഒരു കച്ചവടമൊക്കെ തുടങ്ങി, അല്ലെങ്കിൽ നമ്മളൊരു ജോലിയൊക്കെ കിട്ടി, ആ ജോലിയിൽ ഭയങ്കര സാലറി ഒക്കെ കിട്ടി, നല്ല പൈസയൊക്കെ ഉണ്ടാക്കുക, അതായിരിക്കും ബർക്കത്ത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ മനുഷ്യന്മാരൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴേ, കുറേ വായിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ മനസ്സിലായി, പഠിച്ചോനെ ഇതൊന്നും അല്ല ബർക്കത്ത്. ഒരാൾക്ക് ചിലപ്പോൾ ഒരു ദിവസം 1 ലക്ഷം കിട്ടുന്നുണ്ടാവും, പക്ഷെ ആ ലക്ഷം കൊണ്ട് അയാൾക്ക് എവിടെ എത്തണില്ല എന്ന് വിചാരിക്കുക, ഒന്നിനും തികയണില്ല. ആ 1 ലക്ഷം കൊണ്ട് അയാൾക്ക് ഒന്നിനും തികയണില്ല. തൊട്ടപ്പുറത്തുള്ള ആൾക്ക് ഒരു ദിവസം 500 റുപ്യ കിട്ടുന്നുള്ളൂ. ഈ 500 കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടും 50 റുപ്യ ബാക്കിയാ. ഈ 500 കൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടും ബാക്കി 50 രൂപ ബാക്കിയാണ് എങ്കിൽ ഇവിടെ ആരാ ബർക്കത്തുള്ള ആള്? ഈ 500 ആളല്ലേ? ഈ 500 ആൾ അനുഭവിക്കുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബർക്കത്ത് എന്ന് പറയാ. അപ്പൊ ആ ബർക്കത്ത് ഉണ്ടാവാനും ആ സന്തോഷം, ആ സംതൃപ്തി ഉണ്ടാവാനും നമ്മളൊക്കെ ആഗ്രഹിക്കുക.